ബദറിൽ പടവെട്ടിയ ദീനിൻ ചിത്തിരമുത്തുകളെ, ബദലില്ലാ വിജയം നേടിയ ബദരീങ്ങളെ. അവർക്കും കാത്തിരിക്കാൻ ഒരു പ്രണയ ഉണ്ടായിരുന്നിരിക്കണം. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഉപ്പയോട്, ഉമ്മയോട്, മക്കളോട്, സഹോദരങ്ങളോട് കാപട്യമില്ലായ്മയുടെ സ്നേഹം പങ്കിട്ട് കഴിയാൻ അവർക്കും കൊതിയുണ്ടായിരുന്നിരിക്കണം. മദീനയുടെ മരുപ്പാതകളിലൂടെ സുഹൃത്തുക്കളുമൊത്ത് സ്വറ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്നു കഴിഞ്ഞുകൂടാൻ അവരും മോഹിച്ചിരിക്കണം. ആയിരങ്ങളെയാണ് നേരിടേണ്ടത് എന്നറിഞ്ഞിട്ടും വേണ്ടത്ര ആയുധങ്ങളില്ലാതിരുന്നിട്ടും വിഭവങ്ങൾ കുറവായിരുന്നിട്ടും ബദറിന്റെ മണ്ണിൽ അവർ ഉറച്ചു നിന്നു. എങ്ങനെ എന്നല്ലേ? യാസറിന്റെ പ്രാർത്ഥനകളെ, സുമയ്യയുടെ തേട്ടങ്ങളെ, ഹുബൈബിന്റെ സങ്കടങ്ങളെ അവർ ഓർത്തു കാണണം. അവർ വീണു പോയാൽ കെട്ടുപോകുന്ന വെളിച്ചത്തെക്കുറിച്ച്, ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന മദീനയിലെ കൂടപ്പിറപ്പുകളെ കുറിച്ച് അവർ ആകുലപ്പെട്ടിരിക്കണം. ആ ഓർമ്മകൾ, ആ ചിന്തകൾ, അതിന്റെ ഭാരങ്ങൾ ബദറിൽ അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തി. അവർ പോരാടി വിജയം നേടി. ചിലർ ഷഹീദായി നാഥന്റെ സിംഹാസനത്തിലേക്ക് പറന്നുപോയി. ഹംദല്ലഹു ബിൽ ആബിദി സല്ലല്ലാ അലാ മുഹമ്മദിൻ വൽ ആലി വസലാമുല്ലാഹ്. അദ്ഉക യാ മൗലാ ലനാ ബി അഹ്ലി ബദരിൻ ബദറുനാ മുഹമ്മദുൻ നബിയുനാ സല്ലി അലൈഹി യാ അല്ലാഹ്. സർവവും സമർപ്പിച്ച് സത്യത്തിനായി അവർ നടന്ന വഴിയിൽ സ്വർഗമുണ്ട്. സ്വന്തത്തോടെ തന്നെ സമരം ചെയ്യണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഹൃദയത്തിൽ ബദ്രീങ്ങൾ ഉണ്ടാവണം, സ്വർഗത്തിലെത്താനാവണം. ഇന്നാണ് ബദർ ദിനം. അകലെ അല്ലാതെ ഒരു ബദർ ഉണ്ടായിരിക്കും. ജുനൈദിന്റെ വേദനകളെ, ആസിഫിന്റെ തേങ്ങലുകളെ, അഖലാഖിന്റെ പിടച്ചിലുകളെ നമ്മൾ ഓർക്കുമായിരിക്കും. എന്തെന്നറിയാതെ നമ്മൾ ചെറുത്തു നിൽക്കുമായിരിക്കും. ഒടുവിൽ ആ പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിഞ്ഞൂടാ. ബദർ അനുസ്മരിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം, അനുഷ്ഠിക്കുമെന്ന ധൈര്യപ്പെടലും നമുക്കുണ്ടായിരിക്കണം. അഹങ്കാരത്തിന്റെയും അധികാരത്തിന്റെയും അഹന്തയുടെയും പേരിൽ മതിമറന്ന് അഹങ്കാരികളായി മാറിയവരുടെ പതനം പൂർത്തിയാക്കിയ ഗോദയുടെ പേരാണ് ബദർ. സർവോപരി ഈ മാനികാവേശത്തിന് മുന്നിൽ എതിരാളികളുടെ എണ്ണപ്പെരുപ്പം ഒന്നുമല്ലെന്ന് തെളിയിച്ച ചരിത്രത്തിൽ സമാനതകളില്ലാത്ത യുദ്ധഭൂമിയുടെ പേരാണ് ബദർ. എല്ലാ ബലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന. വിശ്വാസികൾക്ക് ബദർ ദിനാശംസകൾ.